അപ്പൊ ഗൈസ് ഞാനും വർഷയും കൂടെ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. എവിടേക്കാന്ന് അറിയണ്ടേ? അപ്പൊ വീഡിയോ ഫുള്ള് കണ്ടു. അങ്ങനെ ഞങ്ങൾ മടുപ്പള്ളിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് പോയി. കൊയിലാണ്ടിൽ നിന്ന് നേരെ താമരശ്ശേരിക്ക് ടിക്കറ്റും എടുത്ത്. താമരശ്ശേരി എത്തുമ്പോൾ ഞങ്ങള് ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കഴിച്ചത് ഷവർമ്മയ്ക്കും ഉഴുന്നുവടക്കും കൂടെ ഉണ്ടായ ഒരു പ്രത്യേക തരം കുട്ടിയായിരുന്നു. അങ്ങനെ ആ കുട്ടിയെ ചെറുക്കി ഞങ്ങൾ താമരശ്ശേരിയിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ടിക്കറ്റ് എടുത്ത് KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ലക്ഷ്യത്തോട് അടുക്കും തോറും പച്ചപ്പ് ഹരിതാപൊക്കെ കൂടിക്കൂടി വന്നു. ഇനിയെങ്കിലും നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായോ? അതെ ഗൈസ്, വേറെ എവിടേക്കല്ല, നമ്മള് വയനാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. താമരശ്ശേരി ചുരത്തിന്റെ ആ ഭംഗിയിലൂടെ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കാടും മലയും കണ്ട് പോയി 5-ാം വളവ് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ഇരുട്ടാൻ തുടങ്ങി. നമ്മൾ ഇപ്പോൾ അർച്ചയുടെ വീട്ടിലെത്തി ഗൈസ്. ഫൈനലി ഞങ്ങൾ 9-ാം വളവിലെത്തി ഗായ്സ്. ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. എത്ര അടിപൊളിയാണല്ലേ വയനാട്ടില്. പിന്നെ അല്ലാണ്ടോ ഈ നൈറ്റ് വ്യൂ അവിടുന്ന് ലൈവായിട്ട് കാണുമ്പോൾ ഉള്ള ഒരു ഫീല് അതൊന്നും വേറെ തന്നെയാണ്. കേരളത്തിലെ ഏതൊരു മലയാളിയും ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മളെ വയനാട്. ബസ് കാരേജിൽ നിർത്തോ ചേട്ടാന്ന് വെറുതെ ഒന്ന് ചോദിച്ചതാ. അയാള് ബസ് കൊണ്ട് കാരേജിൽ നിർത്തി. പിന്നെ അവർക്കൊരു വിഷമം ഉണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ ബസ് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ഒരു മടി ഉണ്ടായില്ല. ഞങ്ങൾ കൽപ്പറ്റ ടൗണിൽ കൂടെ രാത്രി അങ്ങനെ നടന്നു ഓട്ടോ സ്റ്റാൻഡിൽ പോയി ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക്. അങ്ങനെ അതേ ഹാളിൽ നിറയെ അർഷിക്കും അർഷീന്റെ അനിയത്തി കുക്കൂനും അവരുടെ കഴിവിന് കിട്ടിയ അംഗീകാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ഈ അർഷി അത്ര നിസ്സാരക്കാരിയല്ല, നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡർ ആണ്. മാഷാഅല്ലാ, ഇനിയും ഇതേപോലെ ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ. ഇത് അർഷീന്റെ ഫാമിലി ഫോട്ടോ ആണ്. ഇതുപോലെ ഒരുപാട് ഓർമ്മകൾ അടങ്ങുന്ന ഒരു ആൽബം തന്നെ അവളെനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളും ഇതേപോലെ ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ്സ് ഒക്കെ ആൽബം ആക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഈ വ്ളോഗ് നമ്മളെ വയനാട് സീരീസിന്റെ പാർട്ട് 1 മാത്രമാണ്. ബാക്കി പാർട്ടുകളൊക്കെ ഓൺ ദ വേ വരുന്നതായിരിക്കും. സോ മറക്കാതെ ഫോളോ ചെയ്തിട്ടേക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്. ബൈ.